വെള്ളത്തിന് പകരം ആസിഡ് മാറി കുടിച്ച് ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുക്കം നീലേശ്വരം സ്വദേശിനി കാടംകുനിയൽ ലീലയ്ക്ക് ലോട്ടറി ക്ലബ്ബ് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ കൈമാറി. വെള്ളത്തിന് പകരം അബദ്ധവശാൽ ആസിഡ് കഴിച്ച് ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പൊള്ളലേൽക്കുകയും നാട്ടുകാരുടെ സഹായത്തോടെ ചികിത്സയിൽ കഴിയുകയായിരുന്ന ലീലയെ സന്ദർശിക്കാനായി റോട്ടറി ക്ലബ്ബ് പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഏറെ ശോചനീയമായ ലീനയുടെ വീട് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് മുക്കം റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് VM ഗംഗാധരന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. ലീലയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ താക്കോൽദാനം നിർവഹിച്ചു. ഇന്ന് ഒരു മഹനീയമായ ഒരു കർമ്മം അവർ നിർവഹിച്ചിരിക്കുകയാണ്. ഒരു ലീല എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരു സ്ത്രീക്ക് ഒരു വീട് സംഭാവനയായി നൽകിയിരിക്കുകയാണ്. 600ഓളം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് പൂർത്തീകരിച്ച് ഇന്ന് മുക്കം റോട്ടറി ക്ലബ്ബ് മെമ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഗംഗേട്ടൻ്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് നന്ദകുമാറിൻ്റെയും മറ്റുള്ള മെമ്പേഴ്സിൻ്റെ എല്ലാം സംഭാവനയായി ഈ ഒരു വീട് അവർക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ ഞാൻ ലീലമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന ബുദ്ധിമുട്ട്. സുമനസുകളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ലീലയുടെ ചികിത്സ ഇപ്പോഴും തുടരുന്നത്. മനോഹരമായ ഒരു വീട് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ലീല. പിന്നെ ഞാൻ സ്വപ്നത്തിലൂടെ കാണാൻ പറ്റാത്തൊരു വീടാണ് ഇവർ നിർമ്മിച്ച് നൽകി തന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും വാക്കിൽ ഒതുങ്ങണതല്ല അത്. അതിന് ഈശ്വരൻ ഒരുപാട് സഹായിക്കട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ അതുമായി ഇനി മുമ്പോട്ട് പോവേണ്ടതുണ്ട്. അതിന് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. തുടർന്ന് ഗവർണർ വിസിറ്റിന്റെ ഭാഗമായി മുക്കം മലയോര ഹോട്ടൽ വെച്ച് നടന്ന ക്ലബ്ബ് അസംബ്ലിയിൽ ഡിസ്ട്രിക്ട് ഗവർണർ സേതു ശിവശങ്കർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് വ്യവസായി കൊല്ലാർക്കണ്ടി ബിജുവിനെ ആദരിച്ചു. ഡിസ്ട്രിക്ട് സെക്രട്ടറി വിജയ് ലുല്ലു, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അനിൽകുമാർ, റോട്ടറി ക്ലബ്ബ് മുക്കം പ്രസിഡന്റ് നന്ദകുമാർ, സെക്രട്ടറി സിബി ജേക്കബ് തുടങ്ങിയവർ ക്ലബ്ബ് അസംബ്ലിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.